അതിപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൃത്യത്തിന് വേണ്ടി പോയപ്പോൾ ഒരുപാട് പേര് ഓരോ കമന്റ്സ് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഡ്യൂട്ടി എന്താ എല്ലാവരിലേക്ക് എത്തുക പരമാവധി. പിന്നെ അത് അവരുടെ ഒരു ധർമ്മബോധം അനുസരിച്ചിട്ടിരിക്കും. അത് ലീവ് ഇറ്റ്. അതിപ്പോ ഞാൻ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കാണുന്നതാണ്. എത്രയോ കമന്റ്സുകൾ വരുന്നു, എത്രയോ മോശമായിട്ടുള്ള കമന്റ്സുകൾ വരുന്നു. അത് അവരുടെ ഡ്യൂട്ടി, അവരുടെ ഒരു ഇഷ്ടം, അവരുടെ ഒരു ആഗ്രഹം, അവരുടെ ഒരു സംതൃപ്തി. ലെറ്റ് ഇറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മത്സരമല്ലേ, അത് ജയവും തോൽവി രണ്ടും ഉണ്ടല്ലോ. ഒരു കോയിൻ്റെ 2 വശം എന്നുള്ള പോലെ രണ്ടും ഉണ്ട്. പരമാവധി ഞാൻ പരിശ്രമിക്കും. പരമാവധി ഞങ്ങൾക്ക് പാർട്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം 8-ാം തീയതിത്തെ കലാശക്കൊട്ട് വരെ ഞങ്ങൾ ചെയ്യും. ബാക്കി 9-ാം തീയതി ജനങ്ങൾ വന്ന് അവർ തീരുമാനിക്കട്ടെ. മെയ് 4-ാം തീയതി അതിൻ്റെതായ റിസൾട്ട് വരട്ടെ. അതപ്പോൾ നമുക്ക് നോക്കാം എന്താണുള്ളത്. നമ്മളിപ്പോൾ നേരിട്ട് പോയാലും ഈ പറയുന്ന ഈ 1-2 പേരുടെ ഒരു ഇതല്ലാണ്ട് ബാക്കി കണ്ട 1000-ഓളം ജനങ്ങൾ, ഇത്രയും ദിവസം കൊണ്ട് കണ്ട 1000-ഓളം ജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. തൃപ്പൂണിത്തുറയിൽ പഠിച്ചതുകൊണ്ട്, തൃപ്പൂണിത്തുറയിൽ എൻ്റെ നാടായതുകൊണ്ട്, എൻ്റെ അച്ഛമ്മ അമ്മിണിയമ്മ എല്ലാവർക്കും അറിയാം. അമ്മിണി മേഡം കൊച്ചുമോളല്ലേ, ഗിരിധരൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥനകൾ ഇങ്ങോട്ട് വിളിച്ച് നമ്പർ കണ്ടുപിടിച്ച് അറിയിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷവും ആത്മവിശ്വാസമാണ്.